ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ഷെയറിങ് മോർണിംഗ് വ്ളോഗാണ്. അത് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള കട്ട്ലൈറ്റ് ആണെന്ന് തോന്നുന്നു, ചിക്കൻ കട്ട്ലൈറ്റിനുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ ഏറ്റവും സിമ്പിളുള്ള സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കും. അപ്പോൾ ആ പ്രോസസ്സിലാണ്, കാരണം എന്നാലേ കടുപ്പ് ഇറങ്ങുള്ളൂ. ഇത് കുറച്ച് സമയം എടുക്കും, വലിയ വലിയ ഗ്രാനുൾസാണ്, അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇട്ട് തിളപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാനിന്ന് ചോദിക്കായിരുന്നു ഇന്ന് എന്താണ് വീഡിയോ ഒന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായതില്ല, അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞു അപ്പം നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം എന്നൊക്കെ തട്ടി വിട്ടിട്ടുണ്ട്, ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പം പിള്ളേരുടെ കുപ്പിയൊക്കെ കഴുകണം, ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കണം. കാരണം ചാക്കോച്ചന് ഈ നിമിഷം ഉറങ്ങണമെന്ന് പറയും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ രാവിലെ ഉറക്കാറില്ല. ഉച്ചയ്ക്ക് തൂമ് വന്നതിന് ശേഷം ഒരൊറ്റ ഉറക്കമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, ഒന്ന് ഇരിക്കാം. ഉറങ്ങത്തില്ല, കാരണം തൂമ് ഉറങ്ങാതിരിക്കാൻ ഞാൻ നോക്കണം. അങ്ങനെ അപ്പോൾ ഈ ചായ നല്ലപോലെ വീട്ടിൽ തിളക്കിയിട്ടുണ്ട് കേട്ടോ. ചാടിപ്പോത്തില്ല. ഈ സ്റ്റൗവിൽ വെച്ചാലുള്ള ഗുണം, സിമ്മിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചാടിപ്പോവില്ല. ഇൻഡക്ഷനിൽ കുറച്ചിട്ടാലും ആ പാത്രത്തിന് ഭയങ്കര ചൂടാണ്, വേഗം ചാടിപ്പോവും. അപ്പം നമുക്ക് കമ്മിങ് സെക്കൻഡ് കാണാം കേട്ടോ. ഞാൻ ഇന്നലെ എണ്ണയിടുമ്പോൾ പറഞ്ഞില്ല, എനിക്ക് എണ്ണയിട്ടാൽ തുമ്മലും ചീറ്റിലൊക്കെ വരും. ഞാൻ ഇന്നലെ ആഗ്രഹം പൂണ്ടിട്ടിട്ടാണ്. പക്ഷെ ഇപ്പം എനിക്ക് പതുക്കെ മൂക്കടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ശബ്ദം മാറി തുടങ്ങിയിട്ടുണ്ട്, നീർവീഴ്ച വരുന്നുണ്ട്. അതേ പറഞ്ഞാൽ എനിക്ക് എണ്ണ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുപോലെ തന്നെയാണ് ചാക്കോച്ചനും. ഇപ്പോൾ തന്നെ ഒഴിവാക്കിയതാണോ എന്ന് ചോദിക്കുക. വരുന്നുണ്ട് കുരിപ്പ്. എന്തൊരു സന്തോഷല്ലേ കലക്കുമ്പോ. എന്താ ചാക്കോ? ചാച്ചാ ചാക്കോ ചൂലെടുത്ത് തൂത്തുമായിരിക്കേ. ചൂല് കിടക്കണം, ചൂല് ദേ ഇവിടെ നീ കൊണ്ടുവന്നിട്ട് ദേ കിടക്കണം. ദേ പുറകോട്ട് നോക്ക്. ദേ ചൂല് അടിച്ചു വാരിക്കേ. അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയത് അടിച്ചു വാര്. ഓക്കെ. സൗണ്ട് നോക്ക്. ചാച്ചാ അവിടെ പോയി കടിച്ചു വരും, ഹോളൊക്കെ അടിച്ചു വരും. നിനക്ക് മറ്റേ ചൂല സൗകര്യം, ഇത് വലുതാണ്. റീക്രിയേറ്റ് ചെയ്യണ എന്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോസ് എടുത്തിട്ട് തനിക്ക് ചെയ്തൂടെ? അക്കയുടെ വീട്ടിൽ പോവാണോ? വീട് എഴുതി തരുവാവോ? ചാച്ചാ കിയ ചോട്ടു കുയ് കുയ്. ആരെ ഈ ചൂലൂടെ കൊണ്ടുവന്നിട്ടെ? നീയാ? ആരാ നീ ചൂലൂടെ കൊണ്ടുവന്നിട്ടത്? അവിടെ പോവാ? അവിടെ ഇരിക്കടാ. അടി കിട്ടും. ഞാൻ നിന്നോടാ പറഞ്ഞ, ചിരിക്കാനല്ല പറഞ്ഞ. അടി കിട്ടും. അയ്യത് ചിരിക്കണു. അടി കിട്ടും എന്ന് പറഞ്ഞപ്പോ അടി കിട്ടും. ടാറ്റാ ബൈ ബൈ, സീ യു. 1 മണിക്ക് പോയാൽ പോരെ രാവിലെ? ആ
എന്നിപ്പിക്കേ ഗുഡ് മോർണിംഗ് പറ. ചാക്കോ വാവാ ഡാഡിയുടെ മടി കിടന്നുറങ്ങിക്കോ. വാവോ 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 പാട്ട് പാട്. വാവോ ആ എന്നാ ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പേ നോക്ക് അതിന്റെ സാമർത്ഥ്യം. ഇപ്പൊ പുതിയ ഇരിപ്പാ നോക്ക്. വീണിട്ട് ആരും കരയാൻ പാടില്ല കേട്ടാ. എവിടെ ഉറങ്ങാണോ ഉറങ്ങാണോ? ടാറ്റാ ബായ്. അല്ലെങ്കിലോ ഞാൻ ഫ്രയുടെ കൊലപാതകം ഇടണ്ടാരോ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു ഞാൻ എപ്പോഴോ റെഡിയാണ്. താൻ കാരണമാണ് ഞാൻ പോവാണ്ടായത്. എനിക്കും വേണ്ട ഒരു ഫ്രീഡം. ആരാ ബെല്ലടിച്ചേ? ചാക്കോ ബെല്ലടിച്ചിട്ട് ആരുണ്ട് നോക്ക്. ഹലോ ഇവിടെ നോക്കടോ. സബോള എടുത്തെറിഞ്ഞു. ഞാൻ അവാർഡ് പടമാണ്. താനും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഓളമുള്ളൂ. സത്യം പറയാലോ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടല്ലേ തന്നെ ഞാൻ എവിടെ പോയാലും വിളിക്കണത്. എനിക്ക് താനുണ്ടായാലും ഒരു ഗുമ്മുള്ളൂ. അല്ല എനിക്ക് എന്തോരം ആവശ്യം തന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകേണ്ടത്. തനിക്ക് എവിടെ കിട്ടുതുപോലെ നാത്തൂനെ. നോക്ക് സാമർത്ഥ്യം കണ്ടതിന്റെ. നോക്ക് കുറുമ്പനാണ് കുറുമ്പൻ. അച്ചു തുമ്മിയതാണ് കണ്ടത്. അച്ചു കാറ്റ് കാണാൻ പോവാ. ടാറ്റാ ബായ്. തേങ്ങാ വെള്ളം തരുമോ ഡാഡി? ട്രൗസർ ഇട്ടിട്ടില്ലേ? എവിടെ ട്രൗസർ? എവിടെ? ആ വാക്ക് അധികം പറയണ്ട. ആ കണ്ട ഒച്ചിട്ടോ? ഇവളാണോ ഒച്ചിട്ടെ? എന്റെ മോനെ പേടിപ്പിച്ചോ? എന്നിട്ട് പണിയാണോ താനിപ്പോ കാണിച്ച എന്റെ മോനെ പേടിപ്പിച്ചേ? അപ്പാപ്പനും മോനും തവള കുഞ്ഞുങ്ങൾ. ഗുഡ് മോർണിംഗ് വരെ ചാക്കോച്ചന്. അപ്പൊ ഞാൻ നമ്മുടെ തോമുകൂട്ടിനെ വിളിക്കാൻ മുകളിൽ വന്നേക്കാണ് കേട്ടോ. ആദ്യം ഞാൻ ഓർത്തു കുളിക്കാൻ ടാപ്പ് തുറന്നിടാം, വെള്ളം ചൂടുവെള്ളം വരാണെങ്കിൽ വന്നോട്ടെ, ഇല്ലെങ്കിൽ കെറ്റിൽ ചൂടാക്കി കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 9:30 ആയിട്ടോ. ഇന്ന് ലേറ്റായി എഴുന്നേക്കാൻ. പാച്ചു വേണ്ടിയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ വേഗം കുളിപ്പിച്ച് സ്കൂളിൽ വിടണം. ഡിമ്പിളാണ് സ്നാക്സ്. ഇപ്പോൾ ഡിമ്പിളിന് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് സ്നാക്സ് പാക്ക് ചെയ്ത് വിടാൻ. അതുകൊണ്ട് ഡിമ്പിളത് റെഡിയാക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ അപ്ലോഡാക്കാൻ വെച്ചിരുന്നതാണ്. പക്ഷേ
എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു വീഡിയോ ഒന്ന് പോയേ പറ്റുള്ളൂ. ഞാനത് പെൻഡിങ്ങിൽ ഇട്ടിട്ട് ആ പോകേണ്ട വീഡിയോ ഇടാണ് കേട്ടോ. എന്നാൽ ടോമു ഗുഡ് മോർണിംഗ് ആയേ, ടോമു ഗുഡ് മോർണിംഗ് ആയേ. വലിയ ചെക്കനെ അമ്മ എടുത്തുകൊണ്ടിരിക്കുക അല്ലേ? എന്താ ദേ മങ്കി നിക്ക ചാക്കോ. ബൈ ബൈ ചാക്കോ. അക്കിന്റെ വീട്ടിലാ, അക്കിന്റെ വീട്ടിൽ പോവാ. ഈശോ മാതാവ് എന്നെ തള്ളിയിടുന്നു. ബൈ ബാച്ചോ. പാച്ചോ ഗുഡ് ബൈ ആയിട്ട് സ്കൂളിൽ പോണല്ലേ? എന്തിട്ടാന്ന് അപ്പം ഞാൻ പിള്ളേർ പോയതിന് ശേഷം ഈ ഉള്ളിക്കുട്ട ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഡാഡി കുറേ കുഞ്ഞുള്ളികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൂടിയിരുന്നിട്ട് ചീഞ്ഞു പോകാൻ തുടങ്ങി. അപ്പം അതും ഇതിലും മൊത്തത്തിൽ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിന്നത് നന്നാക്കി. പിന്നെ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ വിരിച്ചിട്ട് ആകെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പിള്ളേരുടെ വക ഒരു കുട്ടി ഡാൻസാണ് കേട്ടോ. നമ്മുടെ ആ പച്ച ഇല്ലേ, APTയിലെ ആ പാട്ട് ഡാൻസ് കളിക്കുക. അപ്പം ഇവർക്കൊരു ടാലൻ്റ് ഡേ വരുന്നുണ്ട്. ജാനുവരി 31st and 30th ആണോന്ന് അറിയില്ല. അപ്പോൾ തോമിനോട് ഞാൻ ചോദിച്ചു, തോമ ഓരോ സമയത്ത് ഒന്നെങ്കിൽ ഡാൻസ് കളിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഡാൻസ് പാട്ടും കളിക്കാമെന്ന് പറയും. എന്താ ചെയ്യണമെന്നൊരു അറിയത്തില്ല. 20th ഫൈനലൈസ് ചെയ്ത് പറയണം എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടിയൊരു മോർണിംഗ് വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഞാൻ ഇന്നലെ, അവർക്ക് വെള്ളിയാഴ്ച ഇന്നലെ അവധിയായിരുന്നു, തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയായിരുന്നല്ലോ. ഇന്നലെ ഡിമ്പിളിനെ കൊണ്ട് വീട്ടിലാക്കി. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാനില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചുമ്മാ ഗാലറി ഇപ്പം സമയം എത്രയാണെന്നറിയോ, 3:40 ഗാലറി നോക്കിയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു മോർണിംഗ് വ്ളോഗ് മിനിഞ്ഞാന്ന് എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. ഇടയ്ക്ക് എനിക്കൊരു വീഡിയോ ഇടേണ്ടി വന്നപ്പോൾ ഒരു വീഡിയോ പെൻഡിങ് ആയി. അപ്പോൾ ഞാനത് ഇന്നലെ ഒന്നും എടുക്കാണ്ടായി. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ എടുത്ത കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനെല്ലാം കണക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു 15 മിനിറ്റ് അടുത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് മോർണിംഗ് വ്ളോഗാണല്ലോ, ഒരുവിധ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ, എന്നാൽ പിന്നെ അത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോർണിംഗ് വ്ളോഗ് ഇഷ്ടമായിരുന്നു. കുട്ടി ഞാൻ പറഞ്ഞു, നമ്മളിപ്പം അതിനായിട്ട് ക്യാമറ വെച്ച് എടുക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്യാനൊന്നും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അത് തലകുത്തി പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും, ഞാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. മമ്മി സംഭവം ഞങ്ങളോട് പറയും, നിങ്ങൾ ടോക്ക് എടുക്കുന്നത്. നമ്മൾ ടോക്ക് സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ ഇഷ്ടത്തോടെ കാണുന്നതായിട്ട്, അതായത് വ്യൂസ് കുറവാണ്, ഇങ്ങനെ തല്ലിക്കൂട്ടി, അതായത് എന്തോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹോൾ വീഡിയോസൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരിടത്തിരുന്ന് സാധനങ്ങൾ കാണിക്കുമ്പോൾ ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കുത്തിയിരുന്ന് പറയാനായിട്ട് മാത്രമൊന്നുമില്ല. ഞാനങ്ങനെ കുത്തിയിരുന്ന് പറയുന്ന കുറേ വീഡിയോകൾ ഇട്ട് കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ പിന്നെ അതിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഓർത്തു, ഞാൻ പഴയ വീഡിയോ കുറേ എൻ്റെ ഗാലറിയിൽ കിടപ്പുണ്ട്, എല്ലാം കൂടെ ഒരു കണക്ട് ചെയ്തൊരു കുട്ടി വീഡിയോ ആക്കി ഇട്ടാലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും. പിന്നെയും സത്യം പറയാലോ, മടി ഒരു രക്ഷയില്ലാത്തൊരു സംഭവമായിട്ട് മാറിയേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. മരുന്നെന്ന് പറയുന്നത് നല്ല അടി ആണ്, പക്ഷേ അടി തരാൻ നമ്മുടെ പ്രായമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെ അടിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇനി നമ്മുടെ മടി മാറാൻ അടിക്കാൻ വന്നാൽ അതും മോശമായിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിള്ളേർ ഇവിടെ തകർന്ന്, ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് എന്നാൽ ഈ ആപ്പച്ചയ്ക്ക് തന്നെ ഡാൻസ് കളിക്ക്, അത് കാണാപ്പാടം പഠിച്ച് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് വേണം 2-3 സ്റ്റെപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ അപ്പോൾ അവൻ കുറച്ചപ്പോൾ പറയാം ഞാൻ പാട്ട് പാടാം. ഞാൻ പറഞ്ഞു, നീ ആദ്യം ഒരു തീരുമാനത്തിലെത്തും, നീ എന്താണ് പാടാനും എടുക്കാനും ഒക്കെ പോകുന്നത്, അതനുസരിച്ച് വേണം എനിക്കറിയുമ്പോൾ മാമിനോട് പറയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കൊച്ചല്ല, അവനങ്ങോട്ട് കാര്യം അങ്ങോട്ട് മനസ്സിലാവണില്ല എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ഇവരെ പിടിച്ചു. കാരണം ഡിമ്പിൾ അകത്ത് പോണതിന് മുമ്പ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രൂ പീൽ ഓഫ് മാസ്കിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനും പിള്ളേരും പുറത്തിറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ ഇവർ TV വെക്കും, ഫോൺ വെക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ കോപ്രാന്തികൾക്കൊന്നും ഒരു കുറവുമില്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളതായി. അവസാനം ഇപ്പോൾ അവന് പാച്ചു പോയപ്പോഴത്തേക്കിനും ഇതായി. അപ്പോൾ ഫോൺ തിരിച്ചു വെക്ക്, അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുന്നൊക്കെ എനിക്ക് ക്ലാസ്സാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു.
അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ അല്ല 2-3 ദിവസം മുമ്പത്തെ വിശേഷങ്ങൾ. അത് ശനിയാഴ്ച എഡിറ്റ് ചെയ്യുന്നു, അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളൊരിതാണ്. ഇനി ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അറിയാം എവിടെയൊക്കെ എനിക്ക് കോപ്പറേറ്റ്, കാരണം ഓൺ വോയിസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അറിയുള്ളൂ. വലിയ പാട്ടും മേളമൊന്നും ഇല്ലായിരുന്നു, അറിയില്ല ഇനി എന്താകും എന്നുള്ളതൊന്നും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നാളെ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.